SIR നടപ്പാക്കില്ല എന്ന് പ്രമേയം പാസാക്കിയവരാണ് ഭരണമുന്നണിയും പ്രതിപക്ഷവും കേട്ടോ. പക്ഷേ SIR 99% നടപ്പിലായി കഴിഞ്ഞു. കാരണം അതിന്റെ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ ഇങ്ങനെ കുത്തിത്തിരിപ്പ്. ഇതിങ്ങനെ SIRന്റെ ഭാഗമായി എന്യൂമറേഷൻ ജോലിയുടെ ഭാഗമായി BLOമാർക്ക് കനത്ത ജോലി ഭാരം, BLOമാർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നു, BLOമാർ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് ചിരി വരുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പ്രശ്നവുമില്ല. SIR വളരെ ഭംഗിയായി നടക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊടുക്കണം. ഇതിന്റെ ഫോം പൂരിപ്പിക്കാനും അത് അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് സമയം കൂടി നീട്ടിക്കൊടുക്കണം. പക്ഷേ അതിന്റെ എന്തിന് നീട്ടിക്കൊടുക്കണം, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നെന്ന് ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി അതൊന്ന് നീട്ടിക്കൊടുക്കണം. അപ്പം എന്താ പറയാ, SIR നിർത്തിവെക്കണം, അല്ലെങ്കിൽ SIR വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം സുപ്രീം കോടതി തള്ളി, സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി, അവസാനം കുറച്ച് ദിവസം കൂടി നീട്ടി കൊടുക്കണം. ശരി, അങ്ങനെ കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊടുത്താലും SIR നടപ്പാക്കുകയാണ് സുഹൃത്തുക്കളെ, നടപ്പാക്കുകയാണ്. അപ്പൊ വെറുതെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയത് ഒരു കാര്യമില്ലാതായി. അത് തന്നെ. അപ്പൊ അതാണ് മെയിൻ സ്റ്റോറി. മലയാള മനോരമക്കൊക്കെ സങ്കടം ഉണ്ട് കേട്ടോ. ഏതായാലും കാരണം മലയാള മനോരമയ്ക്ക് ഇതിന്റെ ഭാഗമായിരുന്നു SIR നടപ്പാക്കരുത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ആവശ്യമായിരുന്നില്ല. SIR എന്ന് പറയുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇവിടെ നിയമപ്രകാരമുള്ള വോട്ടുകളൊക്കെ നീക്കം ചെയ്യാനാണ്, അല്ലെങ്കിൽ അനർഹമായ വോട്ടുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ലാത്ത, ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതാണ്. കാരണം SIR എന്ന് പറയുന്ന സംഭവം, ഈ എന്യൂമറേഷൻ ജോലികളൊക്കെ നടത്തുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളുടെ ജീവനക്കാരാണ്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ട് നേരിട്ട് വന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇതിലെ കൂട്ടിച്ചേർക്കലുകളും അല്ലെങ്കിൽ വെട്ടിമാറ്റലുകളും ഒന്നും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല. അതാത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ജീവനക്കാരാണ്. അവരുടെ കൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ BLAമാരുണ്ട്. അപ്പം BLAമാരും ഉൾപ്പെട്ട ഒരു സംഘമാണ് വീടുകളിൽ ചെന്ന് എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നത്, പൂരിപ്പിച്ച് വാങ്ങുന്നത്, അനർഹരായ ആൾക്കാരെ നീക്കം ചെയ്യുന്നത്, അർഹരായ ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നത് ഒക്കെ ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണെന്നേ. പിന്നെ അതിൽ എങ്ങനെയാണ് ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ എങ്ങനെയാണ് കുറെ ആൾക്കാരെ വെട്ടിമാറ്റുക. ഈ BLAമാർ എന്ന് പറഞ്ഞാൽ CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രതിനിധികളുണ്ട്. ഇവരുടെ കൂടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് BJPയുടെയോ RSSന്റെയോ ആൾക്കാരല്ല, അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരാണ്. ഇവരാണ് ഈ ഫോം പൂരിപ്പിച്ച് വാങ്ങുന്നതും ഇത് അപ്ലോഡ് ചെയ്യുന്നതും. എന്നിട്ടാണ് ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും പേര് കൂട്ടിച്ചേർക്കാം. അതിൽ എന്താ പറയാ, നീക്കേണ്ട പേരുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാം. ഇതൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം വരെ ഇതൊക്കെ ചെയ്യാം. അന്തിമ പട്ടിക വന്നു കഴിഞ്ഞാലും അതിൽ കൂട്ടിച്ചേർക്കലുകളോ വെട്ടിത്തിരുത്തലുകളോ ഒക്കെ നടത്താം. ഇതിന്റെ പേരിൽ അപ്പൊ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ SIR നടപ്പാക്കരുത്, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വേണം. ഇതൊരു ഇരട്ടത്താപ്പല്ലേ? രാഹുൽ ഗാന്ധി പറയുന്നു ഇതിൽ മുഴുവൻ ഇരട്ടിപ്പുകളാണ്, ഇതിൽ മുഴുവനും അനർഹരുടെ പേരുകളാണ്, അർഹരുടെ പേരുകളൊന്നും ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു. മറ്റേ ഭാഗത്ത് പറഞ്ഞു ഇത് ശുദ്ധീകരിക്കാൻ പാടില്ല. ഇതെന്താണപ്പാ? ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതായത് SIR വേണ്ട, കാരണം വോട്ടർ പട്ടിക വളരെ സംശുദ്ധമാണ് എങ്കിലൊക്കെ. അതല്ല, വോട്ടർ പട്ടിക ആകെ കുഴപ്പമാണ്, പക്ഷെ ഇത് ശുദ്ധീകരിക്കാനും പാടില്ല. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. അത്രേ പറയാനുള്ളൂ. ഏതായാലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് റദ്ദാക്കൂല്ല, സ്റ്റേ ചെയ്യൂല, ഒന്നുമില്ല, കുറച്ച് ദിവസം കൂടി നീട്ടി കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി. അടുത്ത ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് രാഹുലിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇന്നലെ മറ്റൊരു പെൺകുട്ടി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ പരാതിയുമായി രംഗത്തെത്തി എന്നുള്ള വാർത്ത പറയുന്നത്. അത് ചാനലുകളൊക്കെ പതിവ് പോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതേപോലെ തന്നെ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ന്യായാന്യായങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കോടതി തീരുമാനിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കുരുക്ക് ആണ് എന്നാണ് എന്റെ ബലമായ സംശയം. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാം. ഏതായാലും വാർത്ത വരുന്നത് രാഹുലിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി എന്നാണ്. KPCC പ്രസിഡന്റിന് പരാതി ലഭിച്ചു, പരാതി DGP കൈമാറി. ഏതായാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു നല്ല കാര്യം ചെയ്തു. കിട്ടിയ പരാതി പോലീസിന് കൈമാറി. സാധാരണ സഖാക്കന്മാര്
ഇതിന്റെ ഇടയിൽ ഇന്നലെ ടി വിയിൽ കണ്ട ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? അതായത് ഈ മെയിൽ 3 ദിവസം മുമ്പട്ട മെയിൽ അയച്ചിരുന്നു അത്രേ. അതായത് മെയിൽ അയച്ച തീയതി 3 ദിവസം മുമ്പാണ്. ഒരുപക്ഷെ ഈ സണ്ണി ജോസഫ് എല്ലാ ദിവസവും മെയിൽ നോക്കിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആ മെയിൽ കിട്ടിയ ആള് സണ്ണി ജോസഫിനെ വിവരം അറിയിക്കാൻ 2-3 ദിവസം വൈകി എന്നുള്ളതൊന്നും അല്ല. ആ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് നേരത്തെ മെയിൽ കിട്ടിയിട്ടും ഇവരിത് എന്താ പറയാ പൂഴ്ത്തി വെച്ചു അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്നൊക്കെയാണ് സഖാക്കൾ ഉളുപ്പുമാനില്ല പറയുന്നത് കേട്ടോ. ഈ സഖാക്കന്മാർക്ക് ഇമ്മാതിരി മെയിൽ കിട്ടിയാൽ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സഖാക്കന്മാർക്കാണ് ഈ രീതിയിൽ ഒരു മെയിൽ കിട്ടുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരിത് പോലീസിന് കൊടുക്കും. അമ്മ പരിപാടിയില്ല, പോലീസ് കൊടുക്കുന്ന പരിപാടിയില്ല. ശ്രീമതി ടീച്ചറെയും ബാലനെയും വിളിപ്പിക്കും അല്ലേ? അതല്ലേ ശ്രീമതി ടീച്ചറും ബാലനും മറ്റേ യന്ത്രം കൊണ്ടുവരും. ആ യന്ത്രം കൊണ്ടുവന്ന് നോക്കും, പരിശോധിച്ച് നോക്കും. ഇതിന്റെ ആഴവും നീട്ടവും ഒക്കെ പരിശോധിച്ച് നോക്കിയിട്ട് തീവ്രത കൂടുതലുണ്ടോ തീവ്രത കുറവുണ്ടോ എന്നൊക്കെ പറയും. ഇതല്ലേ പി കെ ശശിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ? പി കെ ശശിയുടെ പീഡനത്തിന് തീവ്രത കുറഞ്ഞു പോയി എന്നാ പറഞ്ഞത്. തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കുറഞ്ഞ ഭൂകമ്പം എന്നൊക്കെ നമുക്ക് കേട്ടിക്കുന്നത്. പക്ഷേ CPM പറയുന്നത് തീവ്രത കുറഞ്ഞതാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം തീവ്രത കൂടിയതാണോ തീവ്രത കുറഞ്ഞതാണോ എന്നൊന്നും അന്വേഷിക്കാൻ ഏതായാലും സണ്ണി ജോസഫും KPCC ഭാരവാഹികളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. അന്തംഗമ്മികളെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കോൺഗ്രസിനെ കണ്ട് പഠിക്കുക അന്തംഗമ്മികളെ. കാരണം ഈ കാര്യത്തിൽ കേട്ടോ, ഞാൻ കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തതൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ നിങ്ങളെന്താണ് ചെയ്തത്? ഇത് ചോദിക്കാനുള്ള ആംബിയർ ധൈര്യം കോൺഗ്രസിന് ഇല്ല കേട്ടോ. കോൺഗ്രസിനില്ല. അവിടെ നിരന്നിരിക്കുന്നത് മുഴുവനും അല്ലെ സഖാക്കന്മാരുടെ ഇടയിൽ നിരന്നിരിക്കുന്നത് മുഴുവൻ MLA മുതൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ. പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല, അതിന് അങ്ങേപ്പുറത്തേക്ക് പോയാൽ മോശമാകും. കുടുംബ ബന്ധങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല കേട്ടോ. എല്ലാവരും കൈവിരൽ ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാം, ഒന്നാം നമ്പർ സ്ത്രീ പീഡകരാണ്. കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ, കോടതിയിൽ കോഴിക്കോട് CJM കോടതിയിലൊക്കെ പോയ പഴയ ഒരു ഗാർഹിക പീഡന പരാതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ആരും മറന്നിട്ടില്ല അന്തംഗമ്മികളെ. എന്നിട്ടാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മെയിൽ താമസിച്ചു പോയി, മെയിൽ ഒരു 3 ദിവസം താമസിച്ചു പോയി, അത് മറച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കാലാകാലം മുഴുവൻ മറച്ചു വെക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തുന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഇങ്ങനെ പഞ്ചപാവങ്ങളായി പോയി. ഈ രീതിയിൽ BJP-ക്കാരെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഇത്തിരി പേടിയുണ്ടാവും കേട്ടോ. കോൺഗ്രസ്സുകാര് പണ്ട് ഗാന്ധി പറഞ്ഞ പോലെ ഇടത്തെ കവിളത്ത് അടിച്ചു കഴിഞ്ഞാൽ വലത്തെ കവിളും കാട്ടിക്കൊടുക്കുന്ന ടീം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇടത്തെ കവിളത്ത് മാറി അടിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ. അതായത് പണ്ട് നവകേരള സദസ്സിലെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടൊക്കെ തച്ച് പൊട്ടിക്കുകയായിരുന്നു അല്ലേ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ടകൾ. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അടിയായിരുന്നു. ഈ അടികളൊക്കെ ഏറ്റുവാങ്ങിയ കോൺഗ്രസ്സുകാർ ഇപ്പതാ സ്ത്രീ പീഡനത്തിന്റെ ആ അപമാന ഭാരം കൊണ്ട് ഇവരിങ്ങനെ എന്താ പറയാ പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അമ്പലക്കൊള്ള കിഫ്ബി തട്ടിപ്പ് അല്ലെ, മസാല ബോണ്ട് തട്ടിപ്പ്. പക്ഷേ പറയുന്നത് മുഴുവൻ എന്താണ്? നിങ്ങൾ സ്ത്രീ പീഡകർ സൈക്കോപാത്തുകൾ. കോടതി പറയട്ടെ, എന്നിട്ട് രാഹുലിനെ കുറ്റപ്പെടുത്താം. വെയിറ്റ് അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഏതായാലും രാഹുലിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മേയർ ആര്യയെയും സച്ചിൻ ദേവ് MLA-യെയും ഒഴിവാക്കി കുറ്റപത്രം എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ ഒരു യദു എന്ന് പേരായ ഒരു ഡ്രൈവർ, ഒരു എംപാനൽ ഡ്രൈവർ KSRTC-യിലെ അദ്ദേഹം ബസ് ഓടിച്ചു പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേയർ ആര്യ രാജേന്ദ്രനും അറിയാലോ, തിരുവനന്തപുരത്തിന്റെ മേയർ പ്രാവശ്യം സീറ്റില്ല കേട്ടോ. സീറ്റ് കൊടുത്തിട്ടില്ല. സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്നറിയാവുന്നതുകൊണ്ട് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ മേയർ ആര്യ രാജേന്ദ്രനും ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് കോഴിക്കോട്ടിന്റെ MLA ആണ് കേട്ടോ. ഈ MLA സച്ചിൻ ദേവും കുടുംബാംഗങ്ങളുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ MLA ആര്യ രാജേന്ദ്രൻ പറയാ ആരാ KSRTC ഒക്കെ സൈഡ് കൊടുക്കണം. KSRTC സൈഡ് കൊടുക്കണം. ഹോൺ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല അത്രേ. ആര്? ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ. യദു പറയുന്നത് സൈഡ് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് മുമ്പ് പോയി ബസ് നിർത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്തു വന്ന് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു വന്ന് ബസ്സിന്റെ മുന്നിൽ ക്രോസ് ആയിട്ട് നിർത്തി ചാടിക്കയറി ഡ്രൈവറുടെ ക്യാബിനിലേക്ക് ചാടിക്കയറി ഡ്രൈവറെ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു. ഈ പറയുന്ന സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA-യും ആര്യ രാജേന്ദ്രനും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ട ദൃശ്യങ്ങൾ മറന്നുപോയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇപ്പതാ കുറ്റപത്രം വന്നിരിക്കുന്നു. അതിൽ ആര്യ രാജേന്ദ്രൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല, സച്ചിൻ ദേവ് ഒരു കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തതാരാണ്? കുറ്റം ചെയ്തത് യദു എന്ന് പറയുന്ന പാവപ്പെട്ട ഡ്രൈവറാണ്. അയാളുടെ പണി പോയി കിട്ടി, അത്രമാത്രം. അതിന്റെ ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പെൻഡ്രൈവ്, ഈ CCTV ക്യാമറകളുടെ പെൻഡ്രൈവ് കാണാനില്ല, അത് കൈവശപ്പെടുത്തി. ഇതാണ് പിണറായിയുടെ ഭരണം കേട്ടോ. പിണറായിയുടെ ഭരണത്തിന് കീഴിൽ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ
ഈ വാർത്ത തെളിവാകുകയാണ്. നിങ്ങൾ 9-ാം തീയതിയും 11-ാം തീയതിയും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങൾ ആലോചിക്കണം. പിണറായിയുടെ ഭരണത്തിൽ, CPM-ന്റെ ഭരണത്തിൽ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല കേട്ടോ. സാധാരണക്കാരനായ യദു ജോലി നഷ്ടപ്പെട്ട് ഇപ്പോഴിതാ അലയുകയാണ് കേട്ടോ. ആ യദുവിനെ തെറി പറഞ്ഞ, ആ യദുവിന്റെ ജോലി തടസ്സപ്പെടുത്തിയ MLA സച്ചിൻ ദേവും മേയർ ആര്യ രാജേന്ദ്രനും കുറ്റവിമുക്തരാണ്. കുറ്റവിമുക്തരല്ല, പ്രതിപ്പട്ടികയിൽ പേരില്ല, ഇവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് പിണറായിയുടെ പോലീസ് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MLA-ക്കും ഇവിടുത്തെ മേയർക്കൊക്കെ എന്ത് അസഭ്യം വേണം പറയാം, എന്ത് അസഭ്യം വേണമെങ്കിലും സാധാരണക്കാരുടെ നേരെ പറയാം. സാധാരണക്കാരൻ മിണ്ടരുത്, കാരണം പിണറായി രാജാവാണ് ഭരിക്കുന്നത്. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതിയെന്നും കന്റോൺമെന്റ് പോലീസ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. തുടർന്ന് വാർത്തയുണ്ട്, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോഴാണ് മനോരമയുടെ ഈ 2-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. സഖാക്കളുടെ വോട്ടും ഇത്തവണ കിട്ടും, ഷാഫി പറമ്പിൽ പറയുന്നു. ഇന്നലെ കോഴിക്കോട്ടിലെ താരമായിരുന്നു കേട്ടോ ഷാഫി എങ്ങനെയായിരുന്നോ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയത്, അതേപോലെ ഷാഫി കോഴിക്കോട്ട് ഇന്നലെ വൻ തരംഗമാണ് സൃഷ്ടിച്ചത് കേട്ടോ. ഷാഫിയെ കാത്തിരുന്നു മണിക്കൂറുകൾ അമ്മമാരും സ്ത്രീകളും ഷാഫിയെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഷാഫി പറയുന്ന, അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഷാഫി കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇന്നലെ. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലൊക്കെ ആയിരുന്നു ഷാഫിയുടെ ഇന്നലത്തെ പ്രചാരണ പരിപാടി കേട്ടോ. ആ വാർത്തയാണ് സഖാക്കളുടെ വോട്ടും ഇത്തവണ കിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നു. അതായത് ഷാഫി പറമ്പിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. ശബരിമലയിൽ പോലും കടന്ന് കളവ് നടത്തിയ CPM-നെ ജനം പാഠം പഠിപ്പിക്കും. ഒന്നാമത്തെ പോയിന്റ് ആണ്, വളരെ ചുരുക്കിയിട്ടാണ് കൊടുത്തത്. അതായത് ശബരിമലയിൽ പോലും കടന്ന് കൊള്ള നടത്തിയ CPM-നെ ജനം പാഠം പഠിപ്പിക്കും. ഓക്കെ. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേരളത്തിലെ ഇടതുഭരണം ചുരുങ്ങി എന്ന് പറഞ്ഞാൽ പിണറായി മാത്രമേ ഉള്ളൂ. പിണറായി പറഞ്ഞാൽ അതാണ് നിയമം സർക്കാരിലും പാർട്ടിയിലും. ഗോവിന്ദന് ബേജാറാവണ്ട കേട്ടോ. കടലാസിന്റെ വിലയാണോ തനിക്ക്? കടലാസിന്റെ വില മാത്രം. കാര്യങ്ങളൊക്കെ പിണറായി തീരുമാനിക്കും. ഗോവിന്ദൻ ഇങ്ങനെ വലിഞ്ഞ ചിരിയും ചിരിച്ച്, അല്ലെങ്കിൽ കോമാളിയായി ഈ പാർട്ടിയിലെ CPM-ലെ കോമാളി ആര് എന്ന് ചോദിച്ചാൽ ഒരുപാട് കോമാളിമാരുണ്ട്. ഇതിലെ കോമാളി തലവൻ, ചീഫ് കോമാളി, അതാണ് ഗോവിന്ദൻ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഓരോന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പം വിൽപ്പന മുതലുള്ള കാര്യങ്ങൾ അറിയാം. മറ്റൊന്ന്, ഇത്തവണ UDF അനുഭാവികളുടെയും നിഷ്പക്ഷരുടെയും വോട്ട് മാത്രമല്ല, യഥാർത്ഥ സഖാക്കളുടെയും വോട്ട് UDF-ന് ലഭിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കേട്ടോ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സാധാരണ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ സ്ഥിരം ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുടെ വോട്ടിന് പുറമെ നിഷ്പക്ഷത ആർക്ക് വോട്ട് ചെയ്യും, അങ്ങനെ ഉണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു 10-30%, ഒരു 30-35% ജനങ്ങൾ എന്ന് പറയുന്നത് നിഷ്പക്ഷരായ ജനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോഴാണ് അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അല്ലാതെ നേരത്തെ തന്നെ മുൻകൂട്ടി ഇന്ന പാർട്ടിക്കേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ, ഇന്ന പാർട്ടിക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കാത്ത ഈ പാർട്ടികളുടെയും വ്യക്തികളുടെയും ഗുണഗണങ്ങൾ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന 30-35% ആൾക്കാർ കേരളത്തിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പണ്ടൊക്കെ മാറി സർക്കാരുകൾ കേരളത്തിൽ വന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ കൊള്ളരുതാത്ത സർക്കാരാണെങ്കിൽ ആ സർക്കാരിനെ മാറ്റും, നീ ശരിയല്ലടാ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സർക്കാരിനെ വാഴിക്കാൻ ഇവിടുത്തെ നിഷ്പക്ഷരായ വോട്ടർമാർക്ക് പറ്റുമുണ്ട്. ഇപ്രാവശ്യത്തെ പ്രത്യേകത, ആ നിഷ്പക്ഷർക്ക് കൂടെ CPM-ലെ യഥാർത്ഥ CPM വിശ്വാസികൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ മറിച്ചു കുത്തുമെന്നാണ് ഷാഫി പറയുന്നത്. എന്താ അത്ഭുതം? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പിണറായിക്ക് വോട്ട് ചെയ്യോ? അതാണ് എന്റെ ചോദ്യം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരി ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ ഗുണ്ടകൾക്ക്, ഈ ഗുണ്ടാ ഭരണത്തിന്, ഈ തെമ്മാടി ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യോ? ഇല്ല. കാരണം അവർക്ക് ആവശ്യം CPM-നെ രക്ഷിക്കലാണ്. CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ അവർക്കറിയാം പിണറായി സർക്കാരിനെ തൂത്തെറിയണം. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത്. ഇത് 2-ാം പേജിലാണ്. അതിന്റെ തൊട്ടിങ്ങപ്പുറത്തെ പേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ യദുവിന്റെ വാർത്തയുള്ളത്. യദു എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു KSRTC ഡ്രൈവറെ കുറ്റവാളിയാക്കുന്നു. അയാൾ അസഭ്യ ആംഗ്യം കാണിച്ചത്രേ. രാത്രി KSRTC ബസ് ഓടിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാതെ കാറിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് നേരെ ഇയാള് അസഭ്യ ആക്ഷൻ കാണിച്ചു എന്നാ പറയുന്നത്.
ആക്ഷൻ കാണിച്ചു. അതാണ് ഇയാളുടെ പേരിലുള്ള കുറ്റം. നേരെ മറിച്ച് ഇയാള് ഓവർടേക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ഗതാഗത നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ ബസ്സിനെ വട്ടം ചുറ്റിയിട്ട് ബസ്സിന്റെ മുന്നിലേക്ക് കാർ നിർത്തി സിനിമ സ്റ്റൈലിൽ ചാടിയിറങ്ങി ഡ്രൈവറുടെ ക്യാബിനിലെത്തി ഡ്രൈവറെ ചീത്ത വിളിച്ച് തന്തക്ക് വിളിച്ച് അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത MLA സംശുദ്ധൻ, മേയർ സംശുദ്ധ. പോരെ പോരെ, ഇന്നത്തേക്കുള്ള കാര്യങ്ങളായല്ലോ അല്ലെ. ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഏതായാലും മനോരമയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.